കടുപ്പം കൂട്ടിയത്, മീഡിയം, ലൈറ്റ് എന്നിങ്ങനെ ചായകൾ ഒരുപാടുണ്ട്. പുറമെ ഗ്രീൻ ടീ, വൈറ്റ് ടീയും. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ളവ പരീക്ഷിക്കുന്ന ചായപ്രേമികളുടെ പ്രധാന ആകർഷണമായിരിക്കുകയാണ് തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന പ്ലാന്റേഷൻ എക്സ്പോ. രണ്ട് തരം തേയിലയാണ് എല്ലാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഡസ്റ്റ് എന്ന് പറയുന്ന തേയിലയാണ്, പിന്നെ ലീഫ് എന്ന് പറയുന്നത്. രണ്ട് വെറൈറ്റി ടീ ആണ് കേരളത്തിൽ യൂസ് ചെയ്യുന്നത്. അതിൽ ഡസ്റ്റാണ് കേരളം മുഴുവൻ യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഇപ്പോൾ ഈ സ്റ്റോളിൽ നമ്മുടെ അടുത്തുള്ള എല്ലാ തരം വെറൈറ്റി ടീസും നമ്മളിവിടെ ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതർ ദാൻ ഇപ്പോൾ ലീഫ് ഓർ ഡസ്റ്റ് പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ടീസാണ്. ഗ്രീൻ ടീസ് ഇന്നിപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ആ ഗ്രീൻ ടീ തന്നെ നമ്മൾ ഫുൾ ലീഫിൻ്റെ ഉണ്ട്. ബ്രോക്കൺ ലീഫ് എന്ന് പറയുമ്പോൾ ഒരുപാട് വില കമ്മിയാണ്, വില കുറവാണ്. അപ്പോൾ അത് സാധാരണക്കാരന് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് വില കുറവാണ്, അത് കുറച്ചുകൂടെ സ്ട്രോങ്ങുമാണ്. വൈറ്റ് ടീ എന്നൊക്കെ പറയുമ്പോൾ കിലോയ്ക്ക് ഏതാണ്ട് 15,000 രൂപയ്ക്ക് അടുത്തൊക്കെ വരും. അപ്പോൾ അങ്ങനത്തെ ഗ്രേഡ്, ഏറ്റവും കൂടിയ ഗ്രേഡ് ചായകളുണ്ട്. ഇത് ഐസ് ടീ ആണ്. ഐസ് ടീയുടെ പൗഡർ ഫോമിലുള്ളതാണ്. അതേപോലെ തന്നെ ലിക്വിഡ് ഫോമിലുള്ളതുണ്ട്. ഐസ് ടീ കോൺസെൻട്രേറ്റ്സ് ഉണ്ട്. അതാകുമ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കുന്ന പോലെ അതിൻ്റെ 4 ഇരട്ടി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ, ഒരു ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ഐസ് ക്യൂബ്സ് മാത്രം ഇട്ടാൽ മതി. സംസ്ഥാനത്ത് സുലഭമായുള്ള ചായപ്പൊടി മുതൽ 5 സ്റ്റാർ ഹോട്ടലിൽ ഉപയോഗിക്കുന്ന വില കൂടിയവ വരെ ഒരു കുടക്കീഴിൽ. വ്യവസായ വകുപ്പിന് കീഴിലുള്ള പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പ്ലാന്റേഷൻ എക്സ്പോ. ഫെബ്രുവരി 16 തുടങ്ങിയ എക്സ്പോ 19 വരെയാണുള്ളത്. തോട്ടവിപണിയിലെ വൈവിധ്യങ്ങൾ നേരിട്ടറിയാനും ആഗോളതലത്തിൽ കേരള പ്ലാന്റേഷൻ എന്ന ബ്രാൻഡ് ഉയർത്തലുമാണ് സർക്കാർ ലക്ഷ്യം. സന്ദർശന ഫീസില്ലാത്ത എക്സ്പോയിൽ 100-ലധികം സ്റ്റാളുകളാണുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും പങ്കെടുക്കുന്നവർ പ്ലാന്റേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്ലാന്റേഷൻസുകളാണ്. അതായത് നമ്മുടെ നിലവിൽ ലേബർ വകുപ്പ്, തൊഴിൽ വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്ലാന്റേഷൻസും ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. വിവിധ തരങ്ങളായ ടീ, കോഫി, സ്പൈസസ് തുടങ്ങി വിവിധങ്ങളായ പ്രോഡക്റ്റുകൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ പ്ലാന്റേഷൻ മേഖലയുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന, പ്ലാന്റേഷൻ മേഖലയ്ക്ക് ആവശ്യമായ മെഷീനറികൾ സപ്ലൈ ചെയ്യുന്ന വെൻഡർമാർ, അതോടൊപ്പം തന്നെ പ്ലാന്റേഷൻ മേഖലയുടെ IT റിലേറ്റഡ് സേവനങ്ങൾ നൽകുന്ന സേവനദാതാക്കൾ, മറ്റ് സേവനദാതാക്കളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ്. രാജ്യത്തെ ആദ്യ സംരംഭമായ പ്ലാന്റേഷൻ എക്സ്പോയിൽ വിവിധ സംരംഭങ്ങളെക്കുറിച്ചുള്ള സെമിനാറുകളുമുണ്ട്. മികച്ച പ്രതികരണം ലഭിക്കുന്ന എക്സ്പോ രാവിലെ 11 മുതൽ രാത്രി 11 വരെയാണ്. തേയിലയ്ക്ക് പുറമെ മറ്റ് പ്ലാന്റേഷൻ ഉത്പന്നങ്ങളായ കശുവണ്ടി, കയർ കൊണ്ടുള്ള ചെടിച്ചട്ടി, ചവിട്ടികൾ, വിവിധ തൈകൾ തുടങ്ങിയവയും മേളയിലുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പോയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ എക്സ്പോ വന്നതിന് ശേഷം ഒരുപാട് ഓൺട്രപ്രണേഴ്സിനെ പരിചയപ്പെടാൻ പറ്റി. അവരുടെ പുതിയ പുതിയ ഐഡിയാസിനെ കുറിച്ച് അറിയാൻ പറ്റി. ഇപ്പോൾ നമ്മൾ കണ്ടപ്പോഴത്തേക്കും ജാക്ക് ഫ്രൂട്ട് 365 എന്ന് പറയുന്ന ഒരു പുതിയ സംരംഭം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സക്സസ്ഫുൾ ജേണിയെക്കുറിച്ചും അതെന്തുകൊണ്ട് ഇത്രയും സക്സസ്ഫുൾ ആയി എന്നുള്ളതിനെക്കുറിച്ചും ആ ഓൺട്രപ്രണർ ഒരുപാട് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റി. പുതിയ പുതിയ ഐഡിയാസ് ഇതുപോലെ കൊണ്ടുവന്നാൽ നമുക്കും ഇതുപോലെ സക്സസ്ഫുൾ ആയ ഒരു ജേണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയാൻ പറ്റി. ഇപ്പോൾ ഓൺട്രപ്രണർഷിപ്പിനെ പറ്റിയും ഇങ്ങനെ ഒരു പുതിയ ഒരു ഐഡിയയെ പറ്റിയും വളരെ നല്ലൊരു അഭിപ്രായം കിട്ടി. നമ്മൾ ബോട്ടണി സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ അഗ്രികൾച്ചർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ വന്നതാണ്. പക്ഷെ വളരെ ഉപകാരപ്രദമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. പ്ലാന്റേഷനുകളെക്കുറിച്ചും അവിടുത്തെ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുമുള്ള പുതിയൊരു അനുഭവം തന്നെയാണ് ഈ എക്സ്പോ പങ്കുവെക്കുന്നത്. കൂടാതെ കാർഷിക മേഖലയിലെ പുതിയ സാധ്യതകളെക്കുറിച്ചും. സൂരജ് സുരേന്ദ്രനോടൊപ്പം റമീസ് മുഹമ്മദ്, ETV ഭാരത്, തിരുവനന്തപുരം.